You've been talking about patience, hoping for everlasting. Hey guys, welcome back to NK Edits. So guys, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫുൾ വീഡിയോ എങ്ങനെ വളരെ സിമ്പിളായിട്ട് CapCut എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് CapCut പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ്. അപ്പോൾ അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ അതിനുവേണ്ടി ഇവിടെ CapCut പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണ്. ഇപ്പോൾ ഞാൻ ഒരു ബ്രസീൽ ടീമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുക. ഒരു ഓഡിയോയുടെ ബീറ്റ് മാർക്കൊക്കെ കൊടുക്കുക. ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്ലിപ്പ് നമ്മൾ എടുക്കുക. എത്ര ക്ലിപ്പാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബ്രസീൽ ടീമിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ക്ലിപ്പൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓഡിയോ ആഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലെങ്ത്തിലൊരു ക്ലിപ്പ് എടുക്കുക. നമ്മൾ ഫാൻസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ പിന്നെ ഓരോ പ്ലെയറിൻ്റെ അങ്ങനെയാണ് ഞാൻ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ടൻറ്റ് ഐഡിയ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിലേക്ക് വരാം, വീഡിയോ എഫക്ട്സിൽ വരാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആഡ് ചെയ്യുന്നത് ഹാലോ ബ്ലർ എന്ന് പറയുന്നതാണ്. ഹാലോ ബ്ലർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റിൽ വന്നാൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് വന്ന് ഇതിൻ്റെ 0 ആക്കി കൊടുക്കുക. ഇതിൻ്റെ സ്പീഡ് വന്ന് നമ്മൾ 0 ആക്കുക. ഇൻറ്റൻസിറ്റി വന്ന് നമ്മളൊരു 24 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇൻറ്റൻസിറ്റി വന്ന് 24 സെറ്റ് ചെയ്യുക. ഈ ഒരു ഇൻറ്റൻസിറ്റി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കുക. അതായത് ബോറാവാത്ത രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പിന് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ഹാലോ ബ്ലറാണ് നമ്മളെ വീഡിയോക്ക് കൊടുക്കുന്നത്. ദെൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്ലിപ്പ് മുതലാണ് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ആനിമേഷനും ട്രാൻസിഷൻസൊക്കെ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഹാലോ ബ്ലറാണ്. ഹാലോ ബ്ലർ എടുക്കുക, ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ അഡ്ജസ്റ്റിലേക്ക് വരിക. അഡ്ജസ്റ്റിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്പീഡ് വന്നൊരു 40-യിലേക്കൊക്കെ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വന്ന് ഒരു 60 to 65 കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ കറക്റ്റായി ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്തത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലിപ്പിനെ കണക്കായിട്ട് ആ ഒരു ഹാലോ ബ്ലർ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ദെൻ നമുക്കിവിടെ താഴെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ എല്ലാ വീഡിയോയിലേക്കും ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോയിലേക്കും നമ്മൾ ആ ഒരു എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ബേസിക് ഷെയ്ക്കാണ്. അതിനുവേണ്ടി നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. വീഡിയോ എഫക്ട്സിൽ നമുക്കിവിടെ ഒരു ഷെയ്ക്ക് ഉണ്ടാവും, ഷെയ്ക്ക് ഓപ്ഷൻ, അതായത് ഷെയ്ക്ക് എഫക്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ചെറുതാക്കി കൊടുക്കുക ആ ഒരു ഷെയ്ക്ക്. അതായത് ഫസ്റ്റ് ചെറിയൊരു പോർഷനിൽ മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെറുതാക്കി കൊടുക്കുക ആ ഒരു ഷെയ്ക്ക്. ദെൻ നമ്മൾ അഡ്ജസ്റ്റിൽ വന്നിട്ട് ഇതിൻ്റെ സ്പീഡ് നമ്മളൊന്നും ചെയ്യേണ്ട. ഇൻറ്റൻസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു 7 സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഷെയ്ക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് 7 സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മൾ ഇതും കോപ്പി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ക്ലിപ്പിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ നമ്മൾ എല്ലാ ക്ലിപ്പിലും ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ക്ലിപ്പിലേക്കും ആ ഒരു ഷെയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ താഴെ കാണുന്ന ആ ഒരു ലെയറാണ് ഷെയ്ക്ക്, മുകളിലുള്ളത് ഹാലോ ബ്ലർ. അപ്പോൾ അത് രണ്ട് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് ഒരു വെർട്ടിക്കൽ ബ്ലറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എഗെയിൻ രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് വരാം. ഫസ്റ്റ് ക്ലിപ്പിൽ ഇനി നമുക്ക് അധികമൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ ക്ലിപ്പ് മുതലാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എഗെയിൻ വീഡിയോ എഫക്ട്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ബ്ലർ ഉണ്ടാവും. ഇത് നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുക. ഇവിടെ ഇതിലാണ് നമ്മുടെ ആ ഒരു വെർട്ടിക്കൽ ബ്ലർ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് വരുന്നത്. ബാക്കിയൊക്കെ ബേസിക്കലുണ്ടാവും. ഓക്കെ, ദെൻ നമ്മളത് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്ലർ വാല്യൂ എന്ന് പറയുന്ന ഒരു 60 നമ്മൾ സെറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ഒരു 60 സെറ്റ് ചെയ്യുക. ഇത് നേരത്തെ പോലെ തന്നെ മിനിമമായിട്ട് കുറച്ച് കൊടുക്കുക. ഇതേപോലെ ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ താഴെ തന്നെ ഒരു ലെയറായിട്ട് ആഡ് ചെയ്യുക. അതായത് ഒരു വീഡിയോയുടെ താഴെ 2 വെർട്ടിക്കൽ ബ്ലർ ഇതേപോലെ അറേഞ്ച് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എഗെയിൻ കോപ്പി എടുക്കുക. നമ്മൾ അടുത്ത ലെയർ, അതായത് നമ്മുടെ അടുത്ത ക്ലിപ്പിൻ്റെ അടുത്തേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ നിങ്ങൾ കറക്റ്റായി ചെയ്യുക. ഞാൻ ഇതെല്ലാം കാണിക്കാത്തത് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ലെങ്ത്ത് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര ക്ലിപ്പാണ് എടുക്കുന്നത് അത്രയും ക്ലിപ്പിലേക്ക് ഈ ഒരു വെർട്ടിക്കൽ ബ്ലർ കറക്റ്റായി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ അതും കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫെയ്ഡ് ഔട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിൽ വരാം. ആനിമേഷനിൽ വന്ന ശേഷം നമ്മൾ ഔട്ടിലേക്ക് വരാം. ഔട്ടിൽ നമ്മൾ ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. അപ്പോൾ ഫെയ്ഡ് ഔട്ട് വന്ന് നമ്മളൊരു 0.1 സെക്കൻഡ് ആക്കി കൊടുക്കുക. അതിൻ്റെ വാല്യൂ വന്ന് 0.1 സെക്കൻഡ്സ് ആക്കി കൊടുക്കുക. ദെൻ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് അടുത്തൊരു ക്ലിപ്പിലേക്ക് വരിക. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് നമ്മൾ അടുത്തൊരു ക്ലിപ്പിലേക്ക് വരിക. ഇവിടെയും നമ്മൾ
ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. അവിടെയും നമ്മൾ 0.1 സെക്കൻഡ്സ് ആക്കുക. ഇവിടെ നിന്ന് തന്നെ സ്ക്രോൾ ചെയ്ത് നമ്മൾ അടുത്തടുത്ത ക്ലിപ്പിലേക്ക് പോയാൽ നമുക്ക് പ്രോസസ്സ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് മുതലേ ആദ്യം ക്ലിപ്പ് സെലക്ട് ചെയ്യണം, അനിമേഷൻ സെലക്ട് ചെയ്യണം, അങ്ങനെ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ക്ലിപ്പിലും നമ്മൾ ഫെയ്ഡ് ഔട്ട് കൊടുക്കുക, 0.1 സെക്കൻഡ്സും കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ അടുത്തേക്ക് വരിക, ബാക്ക് വന്ന ശേഷം ഓവർലേ ക്ലിക്ക് ചെയ്യുക, ആഡ് ഓവർലേ വരിക. ഇവിടെ നമുക്ക് മുകളിൽ സ്റ്റോക്ക് വീഡിയോസ് ഉണ്ടാവും. അവിടെ നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഇതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിൽ ഫില്ലാകുന്ന പോലെ സെറ്റ് ചെയ്യുക. ദെൻ സ്പ്ലൈസിൽ വന്ന ശേഷം ഓവർലേ ആക്കി കൊടുക്കുക. ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്ന് നമ്മൾ ഓവർലേ ആക്കി കൊടുക്കുക, ബ്ലെൻഡിങ് മോഡ്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇവിടെയും നമ്മൾ ആനിമേഷനിൽ വരിക. ആനിമേഷനിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫെയ്ഡ് ഔട്ട് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ്, അതായത് ആ ഒരു വൈറ്റ് ലെയർ വന്നൊരു 0.3 സെക്കൻഡ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് അവിടെ സെക്കൻഡ്സ് കാണുന്നുണ്ടാവും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് 0.3 സെക്കൻഡ്സിലേക്ക് ആ ഒരു ലെയർ സെറ്റ് ചെയ്യുക, ആ ഒരു ഓവർലേ ലെയർ. ദെൻ നമ്മൾ ആനിമേഷനിലേക്ക് വന്നിട്ട് ഫെയ്ഡ് ഔട്ട് കൊടുത്തിട്ടുണ്ടാവും. ഫെയ്ഡ് ഔട്ട് ഇതേപോലെ ഫുള്ളാണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നമ്മളിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എല്ലാ ലെയറിലേക്കും ഈ ഒരു വൈറ്റ് ലെയർ, അതായത് ഈ ഒരു വൈറ്റ് ലെയർ എല്ലാ ക്ലിപ്പിൻ്റെയും ഫസ്റ്റ് പോർഷനിലായിട്ട് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് പോർഷനിൽ തന്നെ നമുക്ക് അവിടെ ഒരു ഫ്ലാഷ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബീറ്റ് വരുമ്പോൾ തന്നെ ആ ഒരു ഫ്ലാഷ് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബീറ്റിനനുസരിച്ചാണ് ഈ ഒരു ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ എഫക്ട്സിൽ വരിക, വീഡിയോ എഫക്ട്സിൽ വരിക. ഇവിടെ നമ്മൾ ക്യാമറ ഷെയ്ക്ക് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഏറ്റവും താഴേക്കായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വീഡിയോ ഫുള്ള് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ എൻഡ് വരെ ഈ ഒരു ഷെയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഇവിടെ അഡ്ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റേഞ്ച് ഒരു 4 അല്ലെങ്കിൽ 5ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ സ്പീഡ് ഉണ്ടാവും, അത് ഒന്നൊരു 7ലേക്കൊക്കെ സെറ്റ് ചെയ്യുക. ജസ്റ്റ് ബേസിക്കായിട്ട് മിനിമലായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ആ ഒരു ഹാലോ ബ്ലർ, ദെൻ നമ്മൾ ബീറ്റിനനുസരിച്ച് ഓരോ പ്ലേയേഴ്സ് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ പറഞ്ഞാൽ ഹാലോ ബ്ലറിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് പ്ലേയേഴ്സിൻ്റെ ഫേസൊക്കെ കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ഹാലോ ബ്ലറിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻസ് ഒക്കെ വെച്ച് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റയിൽ തന്നെ ടാഗ് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ജസ്റ്റ് ടാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.